الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الموفين أحده أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ഈ മഹത്തായ വേദിയിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യം സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ലോകമാകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്പമെങ്കിലും സ്നേഹമുള്ള ആർക്കും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കാനാവില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത്. അതേ മക്ക എന്ന മൺഭൂമിയിലായിരുന്നു അവിടുത്തെ ജനനം. കലുഷിതമായിരുന്ന അക്കാലം ജനങ്ങൾ ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു. അവരെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ചു കാണിച്ചു കൊടുത്തു. മനുഷ്യ ജീവിതത്തിന്റെ നികല മേഖലകളും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. സത്യം കണ്ടറിഞ്ഞ ആയിരങ്ങൾ വിശുദ്ധ മതത്തിന്റെ വാഹകരായി മാറി. അങ്ങനെയുള്ള ആ ഭൂമിയെ തന്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കണ്ട സ്വഹാബികളും അവരെ കണ്ടവരും അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അവർക്ക് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചതിന് ധാരാളം തെളിവുകൾ കാണാനാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവദാനങ്ങൾ പാടാനായി പ്രത്യേക വേദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കി നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമായ തിങ്കളാഴ്ച ദിവസം അവിടുന്ന്